ഞാനിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതങ്ങനെ കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് സാധ്യതയുണ്ട്. അതിനു മുമ്പേ ഞാൻ തന്നെ ആ ജോലി ഉപേക്ഷിച്ച് പോകുന്നതല്ലേ നല്ലത്. എൻ്റെ പാർട്ട്ണറിൻ്റെ ജീവിതത്തിൽ ഞാൻ വന്നതിന് ശേഷം ആൾക്കത്ര അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോഴും ഒരു ശല്യമായിട്ടുള്ളതുപോലെ ആൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ പേരൻസിന് എന്നെക്കൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതൊന്നും സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അവരെ ശരിക്കും ഞാൻ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ പോകുന്ന ആളുകളുടെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെപ്പോഴും സ്വയം നെഗറ്റീവായി കാണുകയും സ്വന്തം കഴിവുകളെയൊക്കെ മറന്നു പോവുകയും എപ്പോഴും താൻ മറ്റൊരാൾക്ക് കൂടെയുള്ളവർക്കൊക്കെ ഒരു ശല്യമാണ്, അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരോട് ചോദിച്ചാൽ മനസ്സിലാവും, ഇവരുടെ ജോലി സ്ഥലത്ത് നിന്നോ ഇവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്ത് നിന്നോ ഒന്നും തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കേൾക്കേണ്ടി വരിക, ഇവരെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ടും സ്വയം മോശമായിട്ടുള്ള ഒരാളാണ്, കഴിവില്ലാത്ത ഒരാളാണെന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഈ ഒരു ചിന്തകൾ മൂലം പലതിനെ അവോയ്ഡ് ചെയ്യുക. ഉദാഹരണത്തിന് ജോലി ഉപേക്ഷിച്ച് പോവുക. ജോലി നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ജോലി ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ വന്ന് വല്ലാതെ നിറയുകയും കോൺസെൻട്രേഷൻ കിട്ടാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥ. പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ പാർട്ട്ണറിനോട് അധികം സംസാരിക്കാതിരിക്കുക, മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുക. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രശ്നത്തിലാക്കുന്ന ഒരാളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ സ്വയം ഒഴിഞ്ഞു മാറാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതുപോലെ മാതാപിതാക്കളെ ഞാൻ ഡിസപ്പോയിൻ്റ് ചെയ്യുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് കുട്ടികൾ പഠിത്തത്തിൽ നിന്ന് പുറകോട്ടാകുക, അവരോടധികം സംസാരിക്കാതാകുക, കൂട്ടുകാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതാകുക, എല്ലാത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന അവസ്ഥ. ഇതിൻ്റെ എല്ലാം ഒരു അണ്ടർലൈൻ കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സ്വയം വിലയില്ലായ്മ. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വാല്യൂ ഇല്ലാത്ത ഒരാളാണെന്നുള്ള വളരെ അടിയുറച്ചൊരു വിശ്വാസം. ഇത് രൂപപ്പെടുന്നത് ചെറുപ്പകാലം മുതലെയാണ്. ചിലപ്പോൾ എവിടെന്നെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മാതാപിതാക്കൾ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. കുറച്ചൊക്കെ ഈ സെൽഫ് എസ്റ്റീം കുറവെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പേരൻസിനോ റിലേറ്റീവ്സ് അടുത്ത ആൾക്കാർക്കോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. കുറച്ചൊരു പാരമ്പര്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെയുള്ള ഒരു പേഴ്സണാലിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മളോട് നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ മക്കളോ സ്പൗസോ ഒക്കെ തന്നെ എങ്ങാനും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്വയം എങ്ങനെ നമുക്കിതിൽ നിന്ന് മാറി വരാം. നമ്മുടെ വിചാരം നമ്മളൊക്കെ ചിന്തിക്കുന്നത് വളരെ ലോജിക്കലായിട്ട് റാഷണലായിട്ടൊക്കെയാണ്, നമ്മുടെ ചിന്തകളൊക്കെ ശരിയാണെന്നാണ്. പക്ഷെ പലപ്പോഴും ഈ ലോജിക്കൊക്കെ മറന്നുകൊണ്ട് ഇമോഷണലായി മാത്രം നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞതൊക്കെ. ഇതിൻ്റെ ലോജിക്കുകളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? അതിന് മിക്കപ്പോഴും അവർ ഉത്തരം പറയുന്നത് ഇല്ല എന്നായിരിക്കും. എങ്ങനെ നോക്കിയാലും ഒരു വിധത്തിൽ അങ്ങ് കിട്ടുന്നില്ല. എല്ലാം അവരുടെ ഒരു അസംഷൻ മാത്രമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. അവർ സ്കിൽഡ് അല്ല എന്നുള്ളത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലായിരിക്കും. അവരുടെ പല സ്കില്ലുകൾ അവർ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. അതൊക്കെ മറന്നു പോവുകയും ഏതോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ സ്വയം വിലയില്ലാത്ത ആളുകളായി കാണുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കുറച്ച് ലോജിക്കലി നമ്മളിതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. എൻ്റെ ചിന്തകൾ ശരിയാണോ? ഞാനിങ്ങനെ എല്ലാവർക്കും ഒരു ദോഷമായിട്ടുള്ള ആളാണോ? അങ്ങനെ ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഞാൻ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചിന്തിച്ചുകൊണ്ട് എൻ്റെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണോ ചെയ്യേണ്ടത്? ഇവരോട് നമ്മൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസിനെ പറ്റി പറയൂ എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കും. നെഗറ്റീവ്സിൻ്റെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ പോസിറ്റീവ്സിനെ പതുക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് അവരെ പ്രേരിപ്പിക്കാം. അങ്ങനെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാർ അവർ നമ്മൾ പറയുന്നതനുസരിച്ച് സ്ലോലി അവരുടെ പോസിറ്റീവ്സിനെ പറ്റിയൊക്കെ എഴുതുകയും അത് തന്നെ അവരുടെ ആ ഒരു മാനസികാവസ്ഥയും മറ്റുള്ളവരുടെ ഇടപെടലിനെയൊക്കെ തന്നെ മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. ടെൻഷൻ വന്നു കഴിയുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷനും കിട്ടില്ല, ഉറക്കം ശരിയാവില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, സോഷ്യലി ഇൻട്രാക്ട് ചെയ്യാൻ തോന്നില്ല, ഒന്നും തോന്നില്ല. അപ്പോൾ ഈ പോസിറ്റീവ്സ് പക്ഷേ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും ഇവർക്ക് പതുക്കെ ഇവരൊരു വിലയുള്ള വ്യക്തിയാണെന്ന് തോന്നുകയും എല്ലാ രീതിയിലും അവരൊന്ന് ബെറ്ററായി വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ലോജിക്കും കുറച്ച് ഇമോഷൻസും രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം.